അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സ്നാക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് ഇതിനകത്ത് ഒരു ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റും മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട്. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ കുറച്ച് സമയം നമുക്ക് ആവശ്യമുള്ളൂ. കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. നല്ല സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത്. ആദ്യം തന്നെ ഞാനിവിടെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് ഒന്ന് ഉടച്ചു വെച്ചിട്ടുണ്ട്. ചെറിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ 2 വരെ എടുക്കാം, വലുതാണെങ്കിൽ 1 മതി. ഇനി ഇതിനകത്തോട്ട് ഞാൻ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർക്കുന്നുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു ക്യാരറ്റ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഗ്രേറ്റ് ചെയ്യാൻ മടിയുള്ളവർക്ക് ഉരുളക്കിഴങ്ങിന്റെ കൂടെ വേവിച്ചെടുത്താലും മതി, എന്നിട്ട് നന്നായിട്ട് ഉടച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു കുഞ്ഞു പച്ചമുളകാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതേപോലെ തന്നെ 1-2 ടേബിൾ സ്പൂൺ വരെ മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഒരുപാട് മസാലയൊന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ ആയിട്ട് ഒരു ലൈറ്റ് ഫ്ലേവർ വരുന്ന ഒരു സ്നാക്കാണ്. അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ കൂടെ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. അത്രേ വേണ്ടുള്ളൂ, കൂടുതലാവാൻ പാടില്ല മസാല. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഒരുപാട് മസാല ഇല്ലാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടാവും. നന്നായിട്ട് ഇനി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നല്ല പോലെ ഉടച്ചെടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ കൈ വെച്ച് നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇപ്പൊ ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് ഉപ്പുണ്ടോന്ന് ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഞാൻ ഇനി ഇതിനകത്തോട്ട് കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലോർ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് മൈദ ചേർത്ത് കൊടുക്കാം. നമ്മൾ കോൺഫ്ലോർ ആണ് ചേർക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ക്രിസ്പി ആയിട്ട് കിട്ടും. അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ മൈദ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് നോക്കുക. എന്നിട്ട് നമുക്ക്, കാരണം നമ്മൾ എടുക്കുന്ന ഉരുളക്കിഴങ്ങിനനുസരിച്ച് ഇതിന്റെ പൊടിന്റെ അളവ് വ്യത്യാസം വരും. അപ്പൊ ആദ്യം 2 ടേബിൾ സ്പൂൺ ഇട്ട് നോക്കുക. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം 1-2 ടേബിൾ സ്പൂൺ ആയിട്ട് കൂട്ടി ഇട്ട് കൊടുത്താൽ മതി. ഒരു 3-4 ടേബിൾ സ്പൂൺ ഒക്കെ മതിയാവും മാക്സിമം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബോൾ ആക്കി എടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കിയാൽ മതി. ഇതേപോലെ കുറച്ച് എടുക്കുക. എന്നിട്ട് കയ്യിൽ വെച്ച് ഇതേപോലെ ഒന്ന് ഉരുട്ടി നോക്കുക. ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള മാവ് വേണമെന്നൊന്നുമില്ല, കുറച്ച് ലൂസ് ആയിട്ടുള്ള മാവ് തന്നെ ഉണ്ടാവുക. ഇതേപോലെ നോക്കിയാൽ മതി. മൈദ ഇല്ലാത്തവരാണെങ്കിൽ വേണമെങ്കിൽ അരിപ്പൊടിയും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഒരുപാട് എടുക്കാണ്ടിരുന്നാൽ മതി. ഇനി ഞാൻ ഇത് ഒരു ചപ്പാത്തി പലക എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് കുറച്ച് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഉരുള എടുത്തിട്ട് നമുക്ക് ഇതിന്റെ മേളിൽ ഒന്ന് റോൾ ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പൊ ഇതുപോലെ കയ്യിലൊന്ന് ജസ്റ്റ് ഉരുട്ടി എടുത്തിട്ട് നമുക്കിത് ഇവിടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒരുപാട് പ്രസ് ചെയ്യാതെ ചെയ്തെടുക്കാൻ നോക്കുക. എളുപ്പമാണ് ഇത് ചെയ്യാൻ. നമ്മൾ അല്ലാതെ കൈവച്ച് മാവ് കൊണ്ട് ഇതുപോലെ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ്. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് എളുപ്പത്തിൽ ആ ഷേപ്പിലോട്ട് മാറ്റാൻ പറ്റും. അപ്പൊ അതേ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് സൂക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇത് സോഫ്റ്റ് ആയിട്ടുള്ള മാവായത് കൊണ്ട് അത് ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. പക്ഷെ നമ്മൾ കയ്യിലെടുത്തിട്ട് ജസ്റ്റ് അതൊന്ന് ഉരുട്ടിയെടുത്താൽ മതി, കുറച്ചുകൂടെ എളുപ്പമായിട്ട് കിട്ടും. അപ്പൊ അതേ ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് നമുക്ക് ആ സൈഡ് ഒന്ന് ഇതേപോലെ ഒന്ന് റെഡിയാക്കി കൊടുത്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ ഷേപ്പും ചെയ്തെടുക്കാം, എല്ലാതും ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഷേപ്പ് വേണമെങ്കിൽ ആ ഒരു രീതിക്കും ചെയ്യാം. ഇങ്ങനെയാകുമ്പോൾ കുട്ടികൾക്ക് കാണുമ്പോൾ തന്നെ ഇഷ്ടമാവും, കഴിക്കാനും കുറച്ചും കൂടെ നല്ലത് ഇങ്ങനെയാണ്. ഒരുപാട് കട്ടിയൊന്നും ഇല്ല. അപ്പൊ അതേ ഞാൻ എല്ലാം അവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഫ്രൈ ചെയ്യാനായിട്ട് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടുണ്ട്. അത് അത്യാവശ്യം ചൂടാവുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതങ്ങനെ ഒത്തിരി നേരം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ കുറച്ച് നേരം ഒന്ന് 2 സൈഡും ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പൊ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇളക്കി ഇട്ട് കൊടുക്കാം. അതിനുശേഷം വേണം നമ്മൾ മറിച്ചിടാനായിട്ട്, കാരണം കുറച്ചും കൂടി എളുപ്പം അതാണ്. അപ്പൊ അതേ ഞാൻ ഒരു സൈഡ് റെഡി ആയപ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. നല്ലൊരു, നമ്മൾ ക്യാരറ്റ് ചേർത്തത് കൊണ്ട് തന്നെ നല്ലൊരു കളറാണ് ഇത് കാണാന്. ഇതിപ്പോ
ഇപ്പൊ രണ്ട് സൈഡും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അങ്ങനെ ഒരുപാട് ഓയിലൊന്നും ഉണ്ടാവില്ല. നമ്മൾ സാധാരണ എണ്ണക്കടി ആക്കുന്ന അത്രയും ഓയിലേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് നമ്മൾ ഒത്തിരി നേരം അങ്ങ് ഫ്രൈ ചെയ്ത് ഒത്തിരി കളർ ആക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. കാരണം പുറം ഭാഗം നമുക്ക് ഒരുപാട് അങ്ങ് ക്രിസ്പി ആയിട്ട് കിട്ടൂല. ചെറുതായിട്ട് പുറം ക്രിസ്പിയും അതേപോലെ അകം നല്ല സോഫ്റ്റും ആണ് ഉണ്ടാവുക. ഇത് ചൂടോടെ സോസിന്റെ കൂടെ കഴിക്കാനാണ് കുറച്ചും കൂടി ടേസ്റ്റ്. സോസ് ഇല്ലെങ്കിലും അടിപൊളി തന്നെയാണ്. അപ്പൊ എല്ലാരും പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ആകെ 2 ഇൻഗ്രീഡിയന്റ് അല്ലേ വേണ്ടു. എല്ലാരും ട്രൈ ചെയ്യുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഫീഡ്ബാക്ക് പറയുക. കുട്ടികൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടാവും. അപ്പൊ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പൊ ഇതേപോലെ തന്നെ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.